ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യഥാർത്ഥ കാൽക്കുലേറ്ററാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട കാൽക്കുലേറ്റർ അല്ലേ, കാൽക്കുലേറ്ററാണ്. അപ്പോൾ അതിനേക്കാൾ ഒന്നും കൂടി മെച്ചപ്പെട്ട ഒരു കാൽക്കുലേറ്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ട കാൽക്കുലേറ്റർ എന്തായിരുന്നു, 2 നമ്പറിനെ ആഡ് ചെയ്യാനായിരുന്നു അല്ലേ. എക്സും വൈയിലും 2 ബോക്സ് ഉണ്ട്. അപ്പോൾ ബോക്സിലുള്ള നമ്പറിന് എന്ത് ചെയ്യും, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന ആൾ റൺ ചെയ്ത് 6ഉം 5ഉം കൂടി 11 എപ്പോഴും വരും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. എപ്പോഴും ഒരേ നമ്പർ എന്ത് ചെയ്യണ്ട, വരണ്ട. നമുക്ക് എന്ത് ചെയ്യണം, ആ ഉപയോഗിക്കുന്ന ആൾ പറയുന്ന നമ്പർ ഏതാണോ കൊടുക്കുന്നത് ആ നമ്പറുകൾ മാത്രം ആഡ് ചെയ്ത് വന്നാൽ മതി. അപ്പം അങ്ങനെയുള്ള സിനാരിയോയാണ് ശരിക്കും ഒരു പ്രോഗ്രാമിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ ആവാം കേട്ടോ. അപ്പം നമുക്ക് വേണ്ട എന്താണ്, നിങ്ങളിങ്ങനെ ഒരു ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കാൽക്കുലേറ്റർ, സിമ്പിൾ കാൽക്കുലേറ്റർ. അപ്പോൾ ഇവിടെ ആദ്യം ഒരു പെട്ടിയുണ്ട്, രണ്ടാമതൊരു പെട്ടിയുണ്ട്, 2 ബോക്സ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ്, നിങ്ങൾ വാട്സപ്പ് അല്ലെങ്കിൽ സംതിങ് ലോഗിൻ ചെയ്യുമ്പോൾ ഉള്ള ബോക്സ്. ഇനി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, പിന്നെ 4മതൊരു പെട്ടിയുണ്ട്, 4 പെട്ടിയുണ്ട് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആദ്യത്തെ ഒരു പെട്ടിയിൽ നിങ്ങളൊരു നമ്പർ കൊടുത്തു 5, രണ്ടാമത്തെ പെട്ടിയിലും 2ാം നമ്പർ കൊടുത്തു. ഇത് റൺ ചെയ്യുന്ന ആൾ നമ്പർ കൊടുത്തു. നിങ്ങൾ ഒരു ബട്ടൺ അമർത്തി ആഡ് അടിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ 2ഉം ആഡ് ചെയ്തിട്ട് 5ഉം 5ഉം 10 എന്ന് വരണം. ഓക്കെ, അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു, ബട്ടൺ അമർത്തി. ഓക്കെ, ഇത് റൺ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റൺ ചെയ്തു. അപ്പോൾ നിങ്ങളോട് പറയും എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറയും, ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്യുമെന്ന് പറയും. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞാൽ പറയും രണ്ടാമത്തെ നമ്പർ വീണ്ടും എൻ്റർ ചെയ്യുമെന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറഞ്ഞ റിസൾട്ട് എന്ന് പറയുന്നത് 10 ആണ്. 2 ആഡ് ചെയ്താൽ 10 കിട്ടും. അപ്പോൾ ഈ ഒരു രൂപ നമുക്ക് വേണം. ഓക്കെ, യൂസറെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ഇങ്ങനെ ചോദിക്കണം. ചിലപ്പോൾ അയാൾ കൊടുക്കുന്ന നമ്പർ 50 ഏക്കാരം, ചിലപ്പോൾ 60 ഏക്കാരം. അപ്പം ഇത് ഉപയോഗിക്കുന്ന ആളെ ഏതാണോ അയാൾ എന്തു കൊടുക്കാം, അതെന്തോ നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ടിൽ വരണം. ഓക്കെ, അപ്പോൾ ആ രൂപം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ എന്താ ചെയ്തത്, ജസ്റ്റ് സിമ്പിൾ ആയിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്തു, x = 5 എന്നിട്ടു, y = എന്നിട്ട് നമ്മൾ 6 എന്നിട്ടു അല്ലേ, z = നമ്മൾ എന്ത് ചെയ്തു, x + y എന്നിട്ടു. അപ്പോൾ 5ഉം 6ഉം കൂടി 11 എവിടെ ഉണ്ടാവും, z ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് z എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് വന്നത്, 5ഉം 6ഉം കൂട്ടിയിട്ടുള്ള 11 എന്നുള്ള റിസൾട്ട് എന്ത് ചെയ്തു, അവിടെ അങ്ങനെ പ്രിന്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ കാണിച്ചു അല്ലേ. അതിൽ നമ്മൾ ചെറിയൊരു മാറ്റം എന്ത് ചെയ്യാൻ പോവാണ്, വരുത്താൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ജോലി ഒന്നുകൂടി ചെയ്യാം. x = 10, y = 20, z = x + y അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, പ്രിന്റ് z ചെയ്തു. അപ്പോൾ ഇത് ചെയ്താൽ സ്വാഭാവികമായിട്ട് 10 20 കൂടിയിട്ട് 30 കിട്ടും. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം റൺ അടിച്ചാലും 30 തന്നെ വരുള്ളൂ, വേറെ ഒന്നും അവിടെ വരില്ല അല്ലേ. ഇത് ഉപയോഗിക്കുന്ന ആൾ ഒരിക്കലും, നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ വാട്സപ്പിലുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. നിങ്ങൾ പ്രോഗ്രാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ, ക്ലിക്ക് ചെയ്യാനും ജസ്റ്റ് സ്വൈപ്പ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ നിങ്ങൾ എഴുതിയ പ്രോഗ്രാം അയാൾക്ക് എന്ത് ചെയ്യേണ്ട, അത് പിന്നെ കോഡൊന്നും അറിയേണ്ട ആവശ്യമില്ല, നേരെ നമ്പറിന് കൊടുത്താൽ മതി. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് x = 10ന്റെ പകരം എന്ത് ചെയ്യണം, നമ്മൾ ഇൻപുട്ടിനെ വിളിക്കണം അല്ലെ. ഇൻപുട്ട് എന്തിനായിരുന്നു, തരൂ, എന്തെങ്കിലും ഒരു തരൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻപുട്ടിനെ കണ്ടപ്പോൾ മനസ്സിലാക്കാം, ഇങ്ങോട്ട് തരൂ എന്ന് പറയാം. ആര് തരും, കമ്പ്യൂട്ടർ നിങ്ങളോട് ചോദിക്കും, റൺ ചെയ്യുന്ന ആളോട് ചോദിക്കും തരൂ. നിങ്ങൾ എന്ന് പറയുന്നത് പ്രോഗ്രാം എഴുതിയ ആളല്ല, പ്രോഗ്രാം ഉപയോഗിക്കുന്ന ആൾ, യൂസറിനോടാണ് എന്ത് ചെയ്യുക, ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ. അതിന് പ്രോഗ്രാം അറിയേണ്ട ആവശ്യമില്ല, അത് ക്ലിക്ക് ചെയ്യാനും സംഗതിക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇൻപുട്ടിൽ പറയാണ്, ഒരു മെസ്സേജ് കൊടുക്കുക, എൻ്റർ എ നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്യൂ എന്ന് പറയണം, ഒരു നമ്പർ തരുമെന്ന് പറയാം. ഓക്കെ, ഇനി വൈൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഇതേ ജോലി ചെയ്യുക, ഇൻപുട്ട് എൻ്റർ അനദർ നമ്പർ, വേറൊരു നമ്പർ തരൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ ഇൻപുട്ടിനെ കാണും അപ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്പർ തരൂ പറയാം. ഇനി നമ്പർ തരൂ എന്ന് പറയാൻ മാത്രമല്ല ഇൻപുട്ട് ചെയ്യാൻ എന്താ ചെയ്യുക, ഇവിടുന്ന് കിട്ടുന്ന നമ്പർ എന്ത് ചെയ്യും, എക്സിന്റെ ബോക്സിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കും. ഓക്കെ, അതുപോലെ രണ്ടാമത് റൺ ചെയ്യുമ്പോൾ, രണ്ടാമത്തെ ലൈൻ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എൻ്റർ അനദർ നമ്പർ വർക്ക് ചെയ്യും. അയാൾ എന്ത് ചെയ്യും, കിട്ടുന്ന നമ്പർ കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് വൈൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് എടുത്തു വെക്കും. ഓക്കെ, അപ്പോൾ എത്ര നമ്പർ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ അത് റൺ ചെയ്യാണ്. അപ്പോൾ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത്, റൺ ചെയ്യണം അവിടെ എപ്പോഴും ആദ്യം ലൈൻ നമ്പർ 1ൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കും എൻ്റർ എ നമ്പർ, ഒരു നമ്പർ തരും. ഒരു നമ്പർ കിട്ടാതെ അയാൾ എന്ത് ചെയ്യില്ല, അയാൾ പോകില്ല, അയാളവിടെ സ്റ്റോപ്പായി നിൽക്കും. മനസ്സിലാവുണ്ടോ, ആ നമ്പർ കിട്ടാതെ ഇനി ഒരടി മുന്നോട്ട് പോകില്ല. അപ്പോൾ ഒരു നമ്പർ കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിച്ചാൽ അയാൾ പോകില്ല. രണ്ടാമത്തെ ലൈനിൽ വീണ്ടും സ്റ്റോപ്പാണ് അല്ലേ. രണ്ടാമത്തെ ലൈനിൽ എന്താ സ്റ്റോപ്പ്, എൻ്റർ അനദർ നമ്പർ, വീണ്ടും നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ വന്നു അല്ലേ, എൻ്റർ അനദർ നമ്പർ. ഇനി അയാൾക്ക് എന്ത് ചെയ്യണം, ഒരു നമ്പർ കിട്ടണം, അല്ലാതെ അയാൾ എന്ത് ചെയ്യില്ല, പോവില്ല. ഓക്കെ, അപ്പം ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം.
എന്നിട്ട് നമ്മൾ റൺ അടിച്ച് എന്ത് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും. ഇനി അവിടെ ചെറിയൊരു സംഗതി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കാം, റൺ 40 കൊടുത്തു, വീണ്ടും ഞാൻ റൺ അടിച്ചിട്ടോ, 50 കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, 40 50 എന്നത് ശരിക്കും നമ്പർ വേണ്ട എന്താണ്, 40 + 50 അവിടെ സംഭവിക്കേണ്ടത്. പക്ഷെ എന്താ ചെയ്ത്, 40 50 എന്ത് ചെയ്തു, മൂപ്പരങ്ങോട് കൂട്ടിയാണ് യോജിപ്പിച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, 40 50 എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തോ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഡാറ്റ ടൈപ്പ് എന്താ മനസ്സിലായാലും എന്ത് ചെയ്യുള്ളൂ, അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ള നമുക്ക് ഇതിൻ്റെ കൂടെ അടുത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടെ കിട്ടുന്ന എക്സിനെയും വൈനെയും നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് അയാൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആയി തരുന്നത് നെയിം അഡ്രസ്സും പോലൊക്കെ ഒരു സംഗതിയാണ്. പക്ഷെ അതിനെന്ത് ചെയ്യണം, അതിനൊരു ടെക്സ്റ്റ് അല്ല, ജസ്റ്റ് ഒരു വാക്കുകളല്ല, അതൊരു നമ്പറാണ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാന്നാ പറയാം, ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ കിട്ടിയത് ആ ഒരു രൂപത്തിലാണ്, അതിൻ്റെ രൂപം ഒന്നും മാറ്റി കൊടുക്കുക, വേറെ രൂപത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. ഇവിടെ കിട്ടിയ നമ്പറിന് നമുക്ക് ഇൻഡ് ഓഫ് എന്ന് പറയാം. ഇവിടെ കിട്ടുന്ന നമ്പറിന് നമുക്ക് INT എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഓപ്പണിംഗ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്യാം, ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ഇട്ട് കൊടുക്കുക. അതുപോലെ താഴത്തതിന് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇൻപുട്ട് എടുക്കുന്നതിന് INT എന്ന് കൊടുക്കുക, ഒരു ഓപ്പണിംഗ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ആ ലൈനിൻ്റെ അവസാനത്തിൽ ഒരു ക്ലോസിംഗ് കൊടുക്കുക. ഇവിടെ ചെയ്യണം എന്താ വെച്ചാൽ, കിട്ടുന്നതിന് ടെക്സ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്ത് ചെയ്യുക, നമ്മൾ നമ്പറായിട്ട് മാറ്റുക. ഇൻഡ് എന്നുള്ള ശരിക്കും ഇൻറ്റീജറാണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറുകൾ 1 2 3 4 5 0 -1 -2 -3 ഇങ്ങനെയുള്ള നമ്പർ, ഡെസിമൽ ഇല്ലാതെ സാധാരണ നമ്പർ നമ്മൾ എന്താ പറയുക, ഇൻറ്റീജർ പറയും. അതിനുള്ളൊരു സീക്രട്ട് കോഡാണ്, ചെറിയ കോഡാണ് എന്ത്, ഇൻഡ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞു 43, എൻ്റർ അനദർ നമ്പർ 34. അപ്പോൾ എന്തായി, 43 34 കറക്റ്റായിട്ട് മൂപ്പർ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ഇത് ടെക്സ്റ്റ് ആയിട്ടല്ല, അതിനെന്ത് ചെയ്തു, നമ്പറായിട്ട് തന്നെയാണ് മൂപ്പർ എന്ത് ചെയ്തു, മനസ്സിലാക്കിയത്. നമ്പർ മനസ്സിലാക്കിയതല്ല, എടുക്കുന്ന ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അതിന് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് അടുത്തതിൽ നമ്മൾ ജസ്റ്റ് പറയും ഡാറ്റ ടൈപ്പുകൾ എന്താണെന്ന് പറയും. ഓക്കെ, ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മൾ ഈ പറയുന്നതിന് എങ്ങനെയാണ് കമ്പ്യൂട്ടർ അകത്ത് മനസ്സിലാക്കുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു രൂപരേഖയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക, ആഡ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. ഇനി ഇതേ സംഗതി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതുള്ളൂ, ഇവിടെ പ്ലസ് ഇട്ടതിന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ ഇട്ട് എടുത്താൽ മതി. സ്റ്റാർ ഇട്ട രണ്ടാൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് അവിടെ എന്ത് റിസൾട്ട് വരും. ഞാനിവിടെ 2 കൊടുത്തു, 3 രണ്ട് നമ്പർ കൊടുത്തു, 2 × 3 6 എന്നുള്ള അവിടെ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. എനിക്കിവിടെ റിസൾട്ട് നല്ല വൃത്തിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, മെസ്സേജ് കൊടുക്കാം. ഓക്കെ, ദി പ്രൊഡക്റ്റ് ഈസ് കോമ സെറ്റ് കൊടുക്കുക. സിൻടാക്സ് കറക്റ്റ് മനസ്സിലാക്കുക. നമുക്ക് വേണ്ട മെസ്സേജ് എന്ത് ചെയ്യുക, തൊട്ട് മുന്നേ 2 കോഡ്സിൻ്റെ അകത്ത് കൊടുക്കണം, അതിന് ശേഷം കോമ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ 4 എന്ന് കൊടുത്തു, 3 എന്ന് കൊടുക്കും, 4. ദി പ്രൊഡക്റ്റ് ഈസ് 12 എന്ത് ചെയ്തു, ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ Z എന്ന് കാണുന്നിടത്ത് എന്ത് ചെയ്യും, ഇവിടെ 12 എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻപുട്ട് എടുക്കുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി അസൈൻമെൻറ്റ്സ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ചെയ്താൽ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് യൂസറെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കുക. അപ്പോൾ യൂസറോട് പറയാം എൻ്റർ നമ്പർ എന്ന് പറയാം, എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും എൻ്റർ നമ്പർ എന്ന് പറയാം. അങ്ങനെ കിട്ടുന്ന നമ്പറുകൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് അസൈൻമെൻറ്റ്. പിന്നെയുള്ള അസൈൻമെൻറ്റ് അങ്ങനെ കിട്ടുന്ന നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് അസൈൻമെൻറ്റ്. പിന്നുള്ളത് 3 നമ്പർ വാങ്ങിക്കുക, XYZ. ആ 3 XYZ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കാണുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആഡ് ചെയ്യുക, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും ഒരേ പ്രോബ്ലത്തിൽ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കുള്ളത് P of x = 4x + 5x + 6 എന്നാണ് ഇക്വേഷൻ ഉള്ളത്. അതിൽ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ കാണാം. അതായത് ഒന്നുമില്ല, എക്സിൻ്റെ വാല്യൂ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, യൂസറോട് ചോദിക്കുക എക്സിൻ്റെ വാല്യൂ എത്രയും ചോദിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഇക്വേഷൻ കമ്പ്യൂട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാം, 4 × കിട്ടിയ നമ്പർ x + 5 × കിട്ടിയ നമ്പർ x + 6 ആ ഇക്വേഷൻ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഈ അസൈൻമെൻറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാം. ഓക്കെ, ഡാറ്റ ടൈപ്സ് എന്താണ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇതെല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, പ്രത്യേകം പറഞ്ഞാലും ഇല്ലെങ്കിലും. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിന് അറിയണ യഥാർത്ഥ ഭാഷ എന്ന് പറഞ്ഞാൽ 1s and 0s, 1ഉം 0 ഉള്ള നമ്പറുകൾ മാത്രമേ കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. അതായത് കറണ്ട് ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ കറണ്ട് ഇല്ല. ഇതാണ് ശരിക്കും കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷ. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹൈ വോൾട്ടേജ് ആണ്, ലോ വോൾട്ടേജ് ആണ്. ഇങ്ങനെ ശരി കമ്പ്യൂട്ടറിന് അറിയേണ്ട ഭാഷ. നമ്മൾ പറയുന്ന ഭാഷ ഒന്നും എന്തില്ല,
ശരിക്കും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ നമ്മൾ പറയുന്ന ഭാഷനെ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് മാറ്റി കൊടുക്കും. കമ്പ്യൂട്ടറിൻ്റെ ആയിട്ട് ചില ഭാഷകളും ചില കോഡുകളും ചില സ്റ്റോറേജുകളും സംഗതിയൊക്കെ ഉണ്ട്, അതിൻ്റെതായിട്ട് രൂപങ്ങളുണ്ട്. അതിന് നമ്മൾ ആ ഒരു കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഒരു രൂപങ്ങളാണ് എന്ത് ചെയ്യുക, ശരിക്കും അതിൻ്റെ ഡാറ്റ ടൈപ്പുകൾ എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2 നമ്പർ ആഡ് ചെയ്യാൻ കൊടുത്തു. ഇപ്പം 5 എന്നുള്ള നമ്പർ കൊടുത്തു. ഓക്കെ, ഈ 5 എന്നുള്ള നമ്പർ കമ്പ്യൂട്ടറിൻ്റെ അകത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നാണ് ചോദ്യം. ഓക്കെ, 5 എന്നുള്ളത് ഇൻറ്റീജർ ആണ് നമുക്ക് പറയാം അല്ലേ, ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യണത്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്ന രൂപ യഥാർത്ഥത്തിൽ 0കളും 1കളുമായിട്ടാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മുടെ നമ്പറുകളുടെ അക്ഷരമാലയിലുള്ള 0, 1, 2, 3, 4, 5 ഇങ്ങനെ എഴുതി പോകണം. ഓക്കെ, യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇതിൽ വരുന്നത് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ 0 എന്നുള്ള എങ്ങനെയോ ഇങ്ങനെ 0, 0 എന്ന് എഴുതാം, കുഴപ്പമില്ല. 1 എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, 0, 1 എഴുതാം. 2നെ ഇനി എങ്ങനെ എഴുതാം, കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷ ഏതാണ്, 0, 1 മാത്രം. അപ്പോൾ 0, 1 വെച്ചിട്ട് വേണം അടുത്ത നമ്പർ എഴുതാൻ അല്ലേ. നമ്മൾ സാധാരണ നമ്മളിങ്ങനെ എഴുതിയിട്ട് 9 കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതാം, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, 1, 0 നമുക്ക് അറിയാവുന്ന 2 കൂട്ടി യോജിപ്പിച്ച് എഴുതും. പിന്നെ നമ്മൾ അറിയാവുന്ന 11 എഴുതും, 2 കൂട്ടി യോജിപ്പിച്ച് 1, 0, 1, 1 കൂടി അതിൻ്റെ ക്രമത്തിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് എഴുതും. അപ്പോൾ ഇവിടെ 2 എന്നുള്ളത് നമ്മൾ എന്ത് എഴുതാറ്, ശരിക്കും 0, 1 കഴിഞ്ഞ് എന്ത് എഴുതാം, 1, 0 എന്നാണ് എഴുതുക. 3 നമ്മൾ എന്ത് എഴുതും, 1, 1 എന്ന് എഴുതും. 4 എന്ത് എഴുതും, ഇനി എന്തില്ല, 2 ഡിജിറ്റ് കൊണ്ട് പോകില്ല, നമുക്ക് 3 വേണ്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1, 0, 0 എന്ന് എഴുതും, കാരണം 1, 0 മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 5 എന്ത് എഴുതും, 1, 0, 1 എഴുതും. 6 നമ്മൾ എന്ത് എഴുതും, എന്തെഴുതാം, 1, 0, 1 കഴിഞ്ഞാൽ 101 കഴിഞ്ഞാൽ പിന്നെ എന്തുള്ളത്, 110 ഉള്ളത്, 110 എന്ന് എഴുതും അല്ലേ. 7 എന്ത് ചെയ്യും, 111 എന്ന് എഴുതും. 7 111 എഴുതും. അങ്ങനെ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ എഴുതിയിട്ട് പോവാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതിയാലും ഇതിൻ്റെ അകത്ത് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരിക, ഈ 0, 1 കൂടിയ നമ്പറുകളാണ് ശരിക്കും എന്ത് ചെയ്യുക, വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 0, 1 കൂടിയ നമ്പറുകളായിട്ടാണ് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുക. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇഷ്ടമുള്ള 5 കൊടുക്കും, ഹായ് ഹലോ ഒക്കെ പലതും കൊടുക്കില്ല. അപ്പം അങ്ങനെയുള്ള പല ഡാറ്റ ടൈപ്പുകൾ എന്തുണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ 1-2 എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ, ഇൻഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരുന്നു, 2 നമ്പർ ആഡ് ചെയ്തപ്പോൾ. അതിൻ്റെ സീക്രട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ പൈത്തൺ മനസ്സിലാണ് കുറച്ച് ആൾക്കാർ ആരുണ്ട്, പിന്നെ ഡാറ്റ ടൈപ്പുകളുണ്ട്. അതിൽ ഒരാളാണ് ആര്, ഇൻറ്റീജർ. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റീജർ നമ്മൾ സാധാരണ മാത്സിൽ എന്താ വിളിക്കുക, ഡെസിമൽ ഇല്ലാതെ അല്ല, ദശാംശങ്ങളില്ലാത്ത നമ്പർ. അതിന് എക്സാമ്പിളാണ് 1, 2, 0, -4, -5 ഒക്കെ എന്താണ്, ദശാംശങ്ങളില്ലാത്ത ഡയറക്റ്റ് നമ്പറാണ്. ഇനി രണ്ടാമത്തെ ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഡെസിമലുള്ള നമ്പർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ 1.2, 2.4 ഇങ്ങനെയുള്ള നമ്പറുകൾ. ഓക്കെ, പിന്നെ സ്ട്രിങ് ഉണ്ട്, അത് ടെക്സ്റ്റുകളാണ്, STR എന്നാണ് നമ്മളതിന് പറയാം. ഹായ് നമ്മൾ 2 കോഡ്സിലായിട്ട് എഴുതുന്നതല്ല, അതിന് നമുക്ക് അങ്ങനെ പറയാം. അതിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ സംഗതികൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ചായിട്ട് ഇങ്ങനെ നമ്മൾ എഴുതി വെക്കാം. നമുക്ക് പിന്നീട് കൂടുതൽ പറയാം, ജസ്റ്റ് മനസ്സിലാക്കിയേക്കാം. പിന്നെയുള്ള എന്താണ്, ടപ്പിൾസ് ഉള്ളത്. ടപ്പിൾസ് പറഞ്ഞാൽ നമുക്ക് അതും ഒരു ടൈപ്പ് ലിസ്റ്റ് തന്നെയാണ്, അതിൽ മാറ്റം വരുത്താനൊന്നും പറ്റില്ല. ഓക്കെ, അതാണ്. പിന്നെ നമുക്കുള്ളത് ഡിക്ഷണറിയാണ്. ഡിക്ഷണറി എന്ന് പറഞ്ഞ സാധനമാണ്. ഡിക്ഷണറി പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്ക്. അതിൻ്റെ കീവേഡ് നമ്മൾ സാധനം യൂസ് ചെയ്യുക DICT, ഡിക്റ്റ് എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പം പേര് എന്നുള്ളത് ഒരു സംഗതിയാണ്, സ്കിൽ. ഏജ് എന്നുള്ളത് വേറെ സംഗതിയാണ്, 30. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ബേസിക് കുറച്ച് ഡാറ്റ ടൈപ്പുകളാണ് ഇവിടെ പറയുന്നത്. നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ സംഗതി ക്ലിയർ ആവും. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കേണ്ട, ജസ്റ്റ് ഏറ്റവും ആവശ്യം 2-3 എന്ത് ചെയ്യുക, തൽക്കാലം മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കത് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാണ് ചെയ്യാം. ഓക്കെ, ഫൈൻ, റെഡി. പിന്നെ ഈ ഡാറ്റ ടൈപ്പുകളുടെ എക്സാമ്പിൾ നമ്മൾ നോക്കാം. ആദ്യത്തെ ആൾ നോക്കാം. ആദ്യത്തെ ആൾ x = 1, 2, 3. ഇയാളെന്താണ്, ഇൻറ്റീജർ ടൈപ്പ് ആണ് അല്ലേ. ഇനി ഇയാളെ റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ റൺ ചെയ്തപ്പോൾ നമ്മൾ x = ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എക്സിന്റെ ടൈപ്പ് എന്താണ് നമുക്കറിയാം. നമുക്ക് എന്ത് ചെയ്യാൻ മതി, വളരെ സിമ്പിളായിട്ട് പൈത്തണിൽ ചെയ്യാൻ സംഗതിയാണ്. ടൈപ്പ് ഓഫ് എന്ന് കൊടുക്കുക, ടൈപ്പ് ഓഫ് എക്സ്. അപ്പോൾ എക്സിനെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഏത് രൂപത്തിലാണ് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യാൽ മതി, ടൈപ്പ് എന്ന് കൊടുത്തിട്ട് ടൈപ്പിന്റെ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യാൽ മതി, എക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് എക്സിന്റെ ടൈപ്പ് എന്താണ്, അത് ഇന്റ് ആണ്, ഇൻറ്റീജർ ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി y നമ്മൾ കൊടുത്തിട്ടുള്ളത് 12.5 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് വൈൻ്റെ ടൈപ്പ് നോക്കാം. വൈൻ്റെ ടൈപ്പ് എന്താണ്, വൈൻ്റെ ടൈപ്പ് നമുക്ക് കാണാം ഫ്ലോട്ട് ആണ് അല്ലേ. അത് ഡെസിമൽ, ദശാംശമുള്ള നമ്പർ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇത്രയുള്ള നമുക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, നേരെ ഇവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട സംഖ്യ അവിടെ x = y = അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, താഴെ നമുക്ക് ടൈപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ഓഫ് എന്നുള്ളത് എന്ത് ചെയ്യാൽ മതി,
ആ പേര്, ആ അഡ്രസ്സ് ഇറക്കുന്ന ആളെ എന്താണ് അയാളുടെ യഥാർത്ഥ രൂപം എന്നുള്ള അറിയണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി, ആ വീട്ടിൽ കിടക്കുന്ന ആളുടെ ഈ രൂപം നമ്മൾ ആ ഒരു ബോക്സ് പറയല്ല, ബോക്സിന്റെ അകത്തുള്ള ആളുടെ രൂപം ഏത് രൂപത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ചോദിക്കാനാണ് എന്ത് ചെയ്യുക, ടൈപ്പ് എന്നുള്ളത് കൊടുക്കുക. ടൈപ്പ് ഓഫ് വൈ, ടൈപ്പ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ കിടക്കുന്ന എന്താണോ അതെന്ത് ചെയ്യും മനസ്സിലാവും. ഇനി ഹാഷ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ആണ് കേട്ടോ. നമ്മൾ കമന്റ് എന്നാ പറഞ്ഞിരുന്നു, അത് പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല, ഒരു ടെക്സ്റ്റ് ആയിട്ട് അവിടെ അങ്ങനെ കാണും, ദിന്നതാന്നുള്ള പ്രോഗ്രാമർ കാണാൻ. ഓക്കെ, അടുത്ത് നമുക്ക് സെഡ് നോക്കാം. സെഡിന്റെ ടൈപ്പ് എന്താ നോക്കാം. ഇവിടെ മാറ്റിയിട്ട് സെഡിന്റെ ടൈപ്പ് കൊടുത്തു, റൺ ചെയ്ത് നോക്കാം. റൺ. സെഡിന്റെ ടൈപ്പ് എന്താണ്, STR ആണ് കേട്ടോ, സ്ട്രിംഗ് ടൈപ്പിലാണ് കിടക്കുന്നത്. എനിക്ക് എല്ലിന്റെ ടൈപ്പ് നോക്കാം. എൽ എന്ന് കൊടുത്തു. എല്ലിന്റെ ടൈപ്പ് എന്താണ്, എല്ലിന്റെ ടൈപ്പ് എന്താണ്, ലിസ്റ്റ് ആണ് കേട്ടോ, ലിസ്റ്റ് ടൈപ്പാണ് എൽ. അതുപോലെ ടി, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും കൺഫ്യൂഷൻ വരിക, ഏതാ ടൈപ്പ് മനസ്സിലാതിരിക്കും നോക്കിയാൽ ടൈപ്പ് ഓഫ് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, പ്രിന്റ് ചെയ്താൽ മതി. ടൈപ്പ് ഓഫ് ടി എന്താണ്, ടപ്പിൾ ആണ് കേട്ടോ, ടപ്പിൾ. ഇനി ഡി എന്താ നോക്കുക, ഡി. ഡി ഡി എന്താണ്, ഡിക്ഷണറി ആണ്, ഡിക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ടൈപ്പിന് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ നോക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ബേസിക് ഡാറ്റ ടൈപ്പുകൾ എത്രയാണ് വരിക, അതിന്റെ ചെറിയ ചെറിയ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയേക്കാം. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പറുകൾ സ്റ്റോർ ചെയ്യാം, വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ നമ്പറുകൾ. അപ്പം ചെറിയ ചെറിയ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് എന്താ ഇൻറ്റീജർ പറ്റില്ല, അവിടെ നിന്ന് ഡെസിമൽ വേണ്ടി വരും. ചില ടെക്സ്റ്റ് ഇത് 3 നമ്മൾ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുള്ള ലിസ്റ്റാണ്. നമുക്ക് ഈ ലിസ്റ്റിൽ ഒരുപാട് രസകരമായ സംഗതികൾ ചെയ്യാൻ പറ്റും. വലിയ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ കുറേ ലിസ്റ്റുകളുള്ള നമ്പറുകൾ ആഡ് ചെയ്യാം, അതിൽ കുറേ ഓപ്പറേഷൻസ് ഒക്കെ അതിൽ പറ്റും, അതിൽ മുറിക്കാൻ പറ്റും, അതിനെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും, നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, അതിനകത്ത് കുറേ സംഗതി പറ്റും. അതുപോലെ തന്നെയാണ് ടപ്പിളിലും കുറേ സംഗതികൾ ഉണ്ട്. ടപ്പിളിലും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്നുള്ളൊരു വ്യത്യാസ ലിസ്റ്റ് എന്നുള്ളൂ. ഓക്കെ, പിന്നെ ഡിക്ഷണറി പേര് പോലെ തന്നെ അതിലെന്തുണ്ട്, പിന്നെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആളുടെ വ്യത്യസ്തമായ മേഖലകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തേക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കാണ് നെയിം ഇന്നതാണ്, കോമൺ ഏജ് എന്താണ്, വേറൊരു സംഗതിയാണ്, അല്ലേ. പിന്നെ അയാളുടെ വേറൊരു സംഗതി, അയാളുടെ അഡ്രസ്സ് ഉണ്ട്. അതെ, അപ്പോൾ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ഷണറിയിൽ എഴുതാൻ പറ്റും. ഒരു ഡാറ്റ ടൈപ്പാണ് അത്. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ. അതിന്റെ സിൻടാക്സ് ഓർത്ത് വെക്കുക. അതിൽ ചെറിയ ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ക്വിക്ക് റീകാളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഓക്കെ, ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പറഞ്ഞത് വേരിയബിൾസ് ആണ് അല്ലേ. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചെറിയ ചെറിയ സ്റ്റോറേജ് സ്ഥലങ്ങൾ നമ്മുടെ മെമ്മറിയിൽ കിട്ടും അല്ലേ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കുറേ കാര്യങ്ങൾ എടുത്തു വെക്കാം. അതിനുള്ള ഒരു അഡ്രസ്സാണ് ആര്, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. ആ പേരുകൾ ജസ്റ്റ് ഒന്നും കൂടി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടെടുക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞ സംഗതിയാണ് ഡാറ്റ ടൈപ്പുകൾ. വ്യത്യസ്തമായ ഡാറ്റ ടൈപ്പുകൾ ഉണ്ടല്ലേ. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള രൂപം. അത് പൈത്തൺ നോക്കിക്കോളും, എന്നാലും നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻറ്റീജർ ഉണ്ടാവില്ലേ. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഇപ്പം 1, 2, 3 എന്നുള്ള നമ്പറുകൾ. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ 3.1, 3.2 എന്നുള്ള ഡെസിമൽ നമ്പർ. സ്ട്രിങ് ഉണ്ടാവും, അത് ഹലോ ഹായ് എന്നൊക്കെയുള്ള ടെക്സ്റ്റുകൾ അല്ലേ. പിന്നെ നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് നമ്മൾ ജസ്റ്റ് കാണിച്ചിരുന്നു ഇങ്ങനെ 1, 2, 3. കൂടുതൽ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് പറയാം. ഓക്കെ, ഡിക്ഷണറി ഉണ്ട്. ഡിക്ഷണറിയുടെ രൂപം ഇങ്ങനെ ആയിരിക്കും, കേളി ബ്രാക്കറ്റ് ആയിരിക്കും. അതവിടെ പിന്നെ നെയിം ഏജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടപ്പിൾസ് ഉണ്ട്. ടപ്പിൾസ് ഇങ്ങനെ ഓപ്പൺ ക്ലോസിൻ്റെ അകത്ത് നമുക്ക് 1, 2, 3 ഇങ്ങനെയുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഡാറ്റ ടൈപ്പിൻ്റെ ഒരു ചുരുക്കം. പിന്നെ ഉള്ളത് നമ്മൾ കാണിച്ചത് എന്താണ്, പ്രിന്റ് ചെയ്യാനല്ലേ. എന്തെങ്കിലുമൊക്കെ പ്രിന്റ് ചെയ്യുക, ഹായ് ഹലോ എന്നൊക്കെ പ്രിന്റ് ചെയ്യുക അല്ലെ. കുറച്ച് കാര്യങ്ങൾ പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിന്റെ അകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, എക്സ് കൊടുത്താൽ മതില്ല. അപ്പോൾ എക്സിന്റെ അകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ പ്രിന്റ് അല്ലേ ഏറ്റവും ബേസിക് സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, കമന്റ്സ് അല്ലേ. കമന്റ്സ് എന്തിനാണ്, നമ്മൾ ഏത് ലൈൻ എഴുതിയാലും അവിടെ ഹാഷ് ഇട്ടിട്ട് നമ്മൾ അതിന്റെ അപ്പുറം എഴുതി കഴിഞ്ഞാൽ അതൊന്നും പ്രോഗ്രാമായിട്ട് എടുക്കൂല, അത് ഒരു ടെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് പ്രോഗ്രാം എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും വിശദീകരിക്കാനും വേണ്ടിയിട്ടല്ലേ. അവിടെ നമുക്ക് അതുപോലെ മൾട്ടിപ്പിൾ ലൈൻ കമന്റിന് നമ്മൾ എന്താ ചെയ്യുക, 3 ഹൈഫൻ ഇട്ട് കൊടുക്കുക അല്ലെ, 3 കോഡ്സ് ഇട്ട് കൊടുക്കുക, സിംഗിൾ കോഡ്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ട കമന്റ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും 3 സിംഗിൾ കോഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന്റെ ഇടയിലുള്ള എല്ലാ കാര്യം എന്താണ്, കമന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് അത് പ്രോഗ്രാമിൽ റൺ ചെയ്യൂല, പക്ഷെ അത് ഒരു ടെക്സ്റ്റ് ആയിട്ട് അവിടെ അങ്ങനെ കടക്കും. പിന്നെയുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് അല്ലെ, പേരെടുക്കാൻ ഇങ്ങോട്ട് തരൂ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ട് തരും. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ട് ഇങ്ങോട്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻപുട്ട് എന്നിട്ട് ചോദിക്കുക, അവിടെ ഒരു മെസ്സേജ് കൊടുക്കുക, പേര് തരൂ, നമ്പർ തരും ചോദിക്കുക. കൊടുക്കുന്ന സാധനത്തിന് നേരെ ഇവിടെ എന്ത് ചെയ്യും, നെയിമിലേക്കോ അല്ലെങ്കിൽ ഏതാണ് വേരിയബിൾ എടുത്തേക്കാം. അത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഡിക്ലെയർ ചെയ്ത വേരിയബിളിലേക്ക് എന്ത് ചെയ്യുക, എടുത്തു വെക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെഷന്റെ ക്വിക്ക് റീക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ പഠിച്ചെടുക്കണം. ഇതിലുള്ള പറഞ്ഞ ചെറിയ ചെറിയ അസൈൻമെന്റുകൾ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകേണ്ടത്. കൃത്യമായിട്ട് ആ നിർദ്ദേശം ഫോളോ ചെയ്യുക. ബാക്കി നിങ്ങൾ മെന്ററിങ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ട്സ് ചോദിക്കുക. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഏറ്റവും ബേസിക്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാം കൃത്യമായിട്ട് ചെയ്യുക. ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുക. ഈ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്തിട്ട് തന്നെ വേണം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അടുത്തിലേക്ക് പോകാൻ. ഓക്കെ.
താങ്ക് യു, ബൈ.